Hi friends, meaning and types of cash book, then how to prepare a cash book. ഇവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പുതിയ സെക്ഷനിലേക്ക് സ്വാഗതം. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് സബ്സിഡറി ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. മുഴുവനായും 8 ടൈപ്പ് സബ്സിഡറി ബുക്സ് ആണ് ഉള്ളത്. ഇനി കുറെ നേരമായിട്ട് സബ്സിഡറി ബുക്സ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ സബ്സിഡറി ബുക്ക് എന്ന് നോക്കിയാലോ? എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്യാതെ സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ ഒന്നിച്ച് ഒറ്റ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽ അല്ലെങ്കിൽ ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഡേ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി ബിസിനസ്സിൽ ഡിവിഷൻ ഓഫ് വർക്ക് നടക്കുന്നു. അതായത് എല്ലാ ട്രാൻസാക്ഷനും ഒരാൾ തന്നെ ഡീൽ ചെയ്യാതെ ട്രാൻസാക്ഷൻസിന്റെ നേച്ചർ അനുസരിച്ച് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പർച്ചേസ് ബുക്ക് കൈകാര്യം ചെയ്യാൻ ഒരാള്, സെയിൽസ് ബുക്ക് കൈകാര്യം ചെയ്യാൻ ഒരാള്, അങ്ങനെ. അതുകൊണ്ട് എംപ്ലോയീസിന് ഉണ്ടാകുന്ന വർക്ക് ഓവർലോഡും മിസ്റ്റേക്സും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരേ വർക്ക് കുറച്ച് കാലയളവായി ചെയ്യുന്നത് കൊണ്ട് എംപ്ലോയീസിന് ആ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാനും വർക്ക് എഫിഷ്യൻസിയും ക്വാളിറ്റിയും കൂടാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊരു ടൈം സേവിംഗ് മെത്തേഡാണ്. സെപ്പറേറ്റ് ബുക്സ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻഫർമേഷൻ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും സാധിക്കുന്നു. 8 ടൈപ്പ് സബ്സിഡറി ബുക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ബുക്ക്. ഇപ്പൊ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എല്ലാ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. റെന്റ് പെയ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, സാലറി പെയ്ഡ്. അപ്പം ഇതൊക്കെ ക്യാഷ് റിലേറ്റഡ് ആണ് അല്ലേ? അപ്പൊ അതൊക്കെ എവിടെയാ വരിക? ക്യാഷ് ബുക്കിലായിരിക്കും കാണിക്കുന്നത്. നമുക്കറിയാം, ഒരു ജേണൽ എൻട്രിയിൽ 2 ആസ്പെക്ട് ആണ്. ഡെബിറ്റ് ആസ്പെക്റ്റും കാണും, ക്രെഡിറ്റ് ആസ്പെക്റ്റും കാണും. അതുപോലെ തന്നെ ക്യാഷ് ബുക്കിന് എത്ര സൈഡ് ഉണ്ട്? 2 സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ എന്തായിരിക്കും റെക്കോർഡ് ചെയ്യുക? റിസീപ്റ്റ്സ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ ക്യാഷ് റിസീപ്റ്റ്സ് വരുന്നത്? ക്യാഷ് ഇങ്ങോട്ട് വന്നല്ലേ? ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏത് ബാലൻസ് ആവരാ? ഡെബിറ്റ് ബാലൻസ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഏത് ബാലൻസ് ആവരാ? ക്രെഡിറ്റ് ബാലൻസ്. അപ്പം ഡെബിറ്റ് സൈഡില് ക്യാഷ് കൂടുന്നത്, അതായത് റിസീവ് ചെയ്യുന്നത് വേണം എഴുതാനായിട്ട്. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കുറയുന്നത്, അതായത് നമ്മൾ പേ ചെയ്യുന്നത് വേണം എഴുതാനായിട്ട്. ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്ക് ജേണലിന്റെ പർപ്പസും കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ജേണൽ എന്ന് പറയുന്നത്? ജേണൽ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എവിടെ? ജേണലിൽ. അപ്പം ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള റിസീവ്സും പേയ്മെന്റ്സും ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ക്യാഷ് ബുക്ക്. അപ്പൊ അതുകൊണ്ട് ജേണലിന്റെ പർപ്പസും അതുപോലെ തന്നെ ലെഡ്ജറിന്റെ പർപ്പസും ക്യാഷ് ബുക്ക് നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലെഡ്ജർ എന്ന് പറയുന്നത്? കാര്യം ക്യാഷ് ബുക്ക് ഒരു T ഷേപ്പിലാണ്. ഞാൻ പറഞ്ഞു, ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അപ്പം ലെഡ്ജർ എങ്ങനെ? ലെഡ്ജർ അക്കൗണ്ട്സ് എങ്ങനെ? T ഷേപ്പാണ് അല്ലെ? അവിടെയുണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. അപ്പൊ ക്യാഷ് ബുക്കിലും എന്തുണ്ട്? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അപ്പൊ ഒരു അക്കൗണ്ട് ഫോർമാറ്റിലാണ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷിന്റെ ബാലൻസ് കണ്ടുപിടിക്കാനായിട്ടാണ്. അതായത് റെസിപ്റ്റ്സ് എഴുതി, പേയ്മെന്റ്സ് ഒക്കെ എഴുതി നമ്മൾ ലാസ്റ്റ് ബാലൻസ് ചെയ്തെഴുതും. ഏതാണ് കൂടുതൽ? ക്യാഷ് റിസീപ്റ്റ്സ് ആണോ കൂടുതൽ, പേയ്മെന്റ്സ് ആണോ കൂടുതൽ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം ബിസിനസ്സിനില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് ആണ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. ഫസ്റ്റ് വൺ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓർ സിമ്പിൾ ക്യാഷ് ബുക്ക്. സെക്കൻഡ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. തേർഡ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പൊ ആദ്യം നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താന്ന് നോക്കാം. പേരിൽ തന്നെ മനസ്സിലാകും, സിംഗിൾ കോളം, അതായത് ഒരു എമൗണ്ട് കോളം മാത്രമേ ഇവിടെ കാണുള്ളൂ. അപ്പൊ നമ്മൾ ഫോമാറ്റ് നോക്കുമ്പോൾ മനസ്സിലാകും, റിസീപ്റ്റ്സ് എഴുതി, പേയ്മെന്റ്സ് എഴുതി, അവിടെ ഒരു എമൗണ്ട് കോളം ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളം ഉണ്ട്. പർട്ടിക്കുലേഴ്സിന്റെ അവിടെ ആയിരിക്കും നമ്മൾ ഐറ്റംസിന്റെ പേര് എഴുതുക. ഒരിക്കലും ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അത് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷ് പർട്ടിക്കുലേഴ്സിന് അവിടെ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, എൻട്രിയിൽ എന്ത് വരും? ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രി മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്താണോ വന്നിരിക്കുന്നത് അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണ്, പെയ്ഡ് റെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്യാഷ് പോയി അല്ലെ? അപ്പൊ റെന്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു, റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പൊ ക്യാഷ് എവിടെ വരും? ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്യാഷിന് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ റെന്റ് എന്ന് പറഞ്ഞു വേണം കാണിക്കാനായിട്ട്. ഒരിക്കലും ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പാടില്ല. നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം, അപ്പൊ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും. ഇനി ഡിസംബർ 2016 മാസത്തിലെ കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അവർ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്നത്
ഡിസംബർ 1 ക്യാഷ് ഇൻ ഹാൻഡ് 12,000. ഈ 12,000 എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മണി അല്ല, പക്ഷെ പകരം അവിടെ ഉണ്ടായിരുന്നത്, അതായത് നവംബർ 2016 ബാലൻസ് ചെയ്തപ്പോൾ എത്ര രൂപ ഉണ്ടായിരുന്നു ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ? 12,000 ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് ക്യാഷ് ബുക്കിൽ ആദ്യം ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഡിസംബർ 1 എന്ന് എഴുതി ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കോളത്തിൽ 12,000 കാണിക്കണം. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ബാനു 4,000. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ്. ഇവിടെ അസറ്റ് ഇൻക്രീസ് ആയില്ലേ, ക്യാഷ് ഇങ്ങോട്ടല്ലേ വന്നത്, ക്യാഷ് ബാലൻസ് കൂടിയില്ലേ, അപ്പൊ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ആരാണ് തന്നത്? ബാനു ആണ് തന്നത് അല്ലെ. അപ്പൊ ബാനുവിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം, അതായത് ക്രെഡിറ്റ് ദ ഗിവ്. ഇനി ഇത് ക്യാഷ് ബുക്കിലോട്ട് എങ്ങനെ പോസ്റ്റ് ചെയ്യും? ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്, അപ്പൊ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പം ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ല, എന്ത് എഴുതണം? അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താ? ഭാനു. അപ്പൊ ഭാനു എന്ന് പറഞ്ഞ് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ 4,000 രൂപ കാണിക്കണം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഡിസംബർ 7 റെന്റ് പെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞു, 2,000 രൂപയാണ്. അപ്പൊ എൻട്രി എങ്ങനെ വരും? പേയ്മെന്റ് ആണ് അല്ലെ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് എന്നാണ് അല്ലെ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആണ്, ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്. റെന്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് അല്ലെ. ക്യാഷ് പോയി, അതായത് ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. അസറ്റിന്റെ ബാലൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഏത് ബാലൻസ് വരും? ക്രെഡിറ്റ് ബാലൻസ് വരും. അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. റെന്റ് അക്കൗണ്ടഡ് ടു ക്യാഷ്. അപ്പൊ ഇവിടെ ക്യാഷിന് ക്രെഡിറ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ക്യാഷ് ബുക്കിൽ ഏത് സൈഡിലാണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. അതായത് ഇതൊരു പേയ്മെന്റ് ആണ് അല്ലെ. പേയ്മെന്റ് സൈഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പൊ പേയ്മെന്റ് സൈഡിൽ നമ്മൾ റെന്റ് എന്ന് പറഞ്ഞ് എമൗണ്ട് കോളത്തിൽ 2,000 രൂപ കാണിക്കുന്നു. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുരാരി ഫോർ ക്യാഷ് 6,000. അപ്പം എങ്ങനെയായിരിക്കും എൻട്രി വരിക? പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലെ. പർച്ചേസ് അക്കൗണ്ട് ടു മുരാരി വരുവോ? ഇല്ല. എന്തുകൊണ്ടാണ് വരാത്തത്? ഇവിടെ ക്രെഡിറ്റിനല്ല, ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ വരിക? ക്യാഷ്. കോണ്ടാക്ട് ടു ക്യാഷ്. ക്യാഷ് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്? നമ്മുടെ ക്യാഷ് പോയി അല്ലെ. മുരാരിക്ക് നമ്മൾ കൊടുത്തു, ക്യാഷിന്റെ ബാലൻസ് കുറഞ്ഞു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞു എൻട്രി വന്നു. ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് എന്ന് പറഞ്ഞ് പർട്ടിക്കുലേഴ്സ് കാണിച്ചിട്ട് 6,000 രൂപ നമ്മൾ എമൗണ്ടിൽ കാണിക്കുന്നു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 9,000. അപ്പൊ ക്യാഷ് സെയിൽസ് ആണ് അവിടെ നടന്നത്. 9,000 രൂപയുടെ ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ട്. എൻട്രി എങ്ങനെ വരിക? ക്യാഷ് ഇങ്ങോട്ട് വന്നു അല്ലെ. അപ്പം അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ബാലൻസ്. സോ ക്യാഷ് അക്കൗണ്ടഡ് ടു സെയിൽസ്. സെയിൽസിന് ക്രെഡിറ്റ് അല്ലേ. പർച്ചേസിന് ഡെബിറ്റ് ബാലൻസും സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസും ആണ്, അത് ഓർക്കുക. അപ്പം ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് എന്ന് പറഞ്ഞ എൻട്രി വന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏത് സൈഡിൽ വരും? റിസീറ്റ് സൈഡിൽ വരും, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വരും ക്യാഷ് ബുക്കിന്റെ. അടുത്ത എൻട്രി പർച്ചേസ് സ്റ്റേഷനറി വർത്ത് ₹300. ഇവിടെ ക്യാഷ് പർച്ചേസ് ആണ് നടന്നിരിക്കുന്നത്. 300 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യോ? ഇല്ല. ഇവിടെ സ്റ്റേഷനറി ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ഗുഡ്സ് അല്ല. നമ്മൾ എന്താണോ ബിസിനസ് ഡീൽ ചെയ്യുന്നത്, അതായത് എന്ത് സാധനമാണോ സെയിൽ ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ മാത്രമേ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ് എഴുതാൻ പാടുള്ളൂ. ബാക്കി എന്ത് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാലും ആ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ സ്റ്റേഷനറി അക്കൗണ്ട് ടു ക്യാഷ് വരും. എന്തുകൊണ്ടാ? ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ക്യാഷ് പോയി, അസറ്റ് ഡിക്രീസ് ചെയ്തു. അസറ്റിന് ഏത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ്. അപ്പം സ്റ്റേഷനറി അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞു. ക്യാഷിന് ഏത് ബാലൻസ് വന്നിരിക്കുന്നത്? ക്രെഡിറ്റ് ബാലൻസ്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കില് ക്രെഡിറ്റ് സൈഡില് സ്റ്റേഷനറി എന്ന് പറഞ്ഞ് കാണിക്കണം. 300 രൂപ എമൗണ്ട് കോളത്തിലും കാണിക്കണം. അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് ഡിസംബർ 22 രാഹുലിന് 2,000 രൂപ പേ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേയ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടതെന്ന് മനസ്സിലായി. അപ്പൊ എൻട്രി എങ്ങനെ വരും? ക്യാഷ് പേ ചെയ്തു രാഹുലിന്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് അങ്ങോട്ട് പോയി. അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാ? അസറ്റിന്റെ ബാലൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ്. ഇനി എന്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും? രാഹുലിനെ ഡെബിറ്റ് ചെയ്യും.
ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് റൂൾ വരുന്നത്. അപ്പൊ റിസീവർ ആരാ ഇവിടെ? രാഹുൽ. അപ്പൊ രാഹുലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതുകൊണ്ട്, അസറ്റ് ഡിക്രീസ് ആയതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. രാഹുൽ അക്കൗണ്ട് ടു ക്യാഷ്. അപ്പം ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ രാഹുൽ എന്ന് പറഞ്ഞ് എഴുതി പർട്ടിക്കുലേഴ്സിന്റെ അവിടെ കാണിച്ച് എമൗണ്ട് 2000 രൂപ കാണിക്കുന്നു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറി 1000. ഇവിടെയും പേയ്മെന്റ് ആണ് വരുന്നത്. നമ്മൾ സാലറി കൊടുത്തു. ഇവിടെ എന്താ വരിക? സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ സാലറി എന്ന് പറയുന്നത് പേ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്. സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. കാശായിട്ട് കൊടുത്തത് കൊണ്ട് നമ്മൾ അതിനെ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. സാലറി അക്കൗണ്ട് ടു ക്യാഷ്. എത്ര രൂപ? 1000 രൂപ. ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് വന്നതുകൊണ്ട് ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ സാലറി എന്ന് എഴുതി എമൗണ്ട് കോളത്തിൽ 1000 രൂപ കാണിക്കുന്നു. ഇനി ഡിസംബർ 30 പെയ്ഡ് റെന്റ് 500. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എഗെയിൻ ഒരു പേയ്മെന്റ് ആണ് അല്ലെ, അതായത് എഗെയിൻ ഒരു എക്സ്പെൻസ് ആണ് വന്നിരിക്കുന്നത്. റെന്റ് എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. സോ റെന്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. സോ റെന്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് വന്നു. ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ, അതായത് പേയ്മെന്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് റെന്റ് എന്ന് എഴുതി എമൗണ്ട് 500 കാണിക്കുന്നു. ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഇനി നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പോവുക. ബാലൻസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡ് എമൗണ്ട് കോളം എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ അവിടെ വന്നിരിക്കുന്നത് ഒരു 12,000 ഉണ്ട്, 4,000 ഉണ്ട്, 9,000 ഉണ്ട്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 25,000 എന്ന് കിട്ടി. അതവിടെ നമ്മൾ താഴെ എഴുതണം. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ 2000 ഉണ്ട്, 6000 ഉണ്ട്, 300 ഉണ്ട്, 2000 ഉണ്ട്, 1000 ഉണ്ട്, 500 ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും 11,800 ഉണ്ട്. 11,800 രൂപ നമ്മൾക്ക് ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ മുഴുവൻ 25,000 രൂപയുണ്ട്. അതിൻ്റെ ഒപ്പം എത്ര രൂപ നമുക്ക് ചെലവായി? 11,800. അപ്പൊ വരവാണ് കൂടുതലെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് റിസീപ്റ്റ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം റിസീപ്റ്റിന്റെ കയ്യിൽ നിന്ന് ആ പേയ്മെന്റ് കുറച്ച് വരുന്ന എമൗണ്ട് ആയിരിക്കും നമ്മുടെ ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇനി എത്ര രൂപ ഉണ്ട്? 25,000-ൽ നിന്ന് 11,800 കുറച്ചതിന് ശേഷം 13,200 രൂപ ഇനി ക്യാഷ് ബുക്കിന്റെ പേയ്മെന്റ് സൈഡിൽ, അതായത് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് 13,200 രൂപ കാണിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? 31 ഡിസംബർ ആകുമ്പോൾ ബിസിനസ്സിൽ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 13,200. അതുകൊണ്ടാണ് ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ലാസ്റ്റ് രണ്ട് സൈഡും കൂട്ടി നോക്കുമ്പോൾ ടാലി ആയോ എന്ന് നോക്കുക. ഇവിടെ രണ്ട് സൈഡിലും 25,000 കിട്ടുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒന്നുമില്ല, നമ്മുടെ ആൻസർ ശരിയാണ്.